നിങ്ങൾ ജനിച്ച ജനന തീയതികളെ പ്രഖ്യാപിക്കുന്നെങ്കിൽ, അത് ഓർക്കുന്നെങ്കിൽ, നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷകളിൽ നിങ്ങൾ ഒപ്പിടുന്നുണ്ടെങ്കിൽ അത് ക്രിസ്താബ്ദമാണ്. എന്താണ് ഈ ക്രിസ്താബ്ദം? 2024 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിനക്കും വേണ്ടി, മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ഒരുവനുണ്ട്. അവന്റെ കല്ലറയാണ് അവിടെ തുറന്നു കിടക്കുന്നത്. അവനിവിടെ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവരെവിടെ പോയി? അവൻ പോയി പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് എനിക്കും നിനക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആശയകൂപത്തിലേക്ക് കടന്നുപോകാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം, മനുഷ്യൻ മരിക്കും നിശ്ചയമാണ്. അവന് 2 സ്ഥലമേ ഉള്ളൂ, മൂന്നാമതൊരു സ്ഥലമില്ല. ഒന്നിൽ നരകം, അല്ലെങ്കിൽ സ്വർഗം. അത് എവിടെ തേടിയെടുക്കണമെന്ന് ഈ ലോകത്തിൽ ജീവിതത്തിൽ നമുക്ക് കാട്ടി തന്നിട്ടുണ്ട്. നീ എങ്ങനെ വേണേലും ജീവിച്ചോ, ഏത് രീതിയിലും ഏത് മാർഗം വേണേലും അഡാപ്റ്റ് ചെയ്തു. പക്ഷെ ഒരു കാര്യമാണ്, സകലരെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. സർവ്വമുഴക്കാരും ക്രിസ്തുവിന്റെ മുമ്പാകെ മടങ്ങുന്ന ഒരു ദിവസമുണ്ട്. ഇത് ഞങ്ങളുടെ സാക്ഷ്യമാണ്. ഇവിടെ നിൽക്കുന്ന ജനത്തിന്റെ സാക്ഷ്യമാണ്. ഞങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ ഭവനാംഗണത്തിൽ മാത്രമല്ല, ഞങ്ങളായിരിക്കുന്ന സൊസൈറ്റി സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അത് ഞങ്ങൾ ഇവിടെ പകരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, അല്പനേരം ഞങ്ങളുടെ ദേവദാസന്മാരിൽ നിന്ന് കേൾക്കുന്ന ആലോചനകൾ നിങ്ങൾക്ക് കേൾക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നോളിൻ സോദരരെ, നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം വിട്ടോളിൻ, പാപവഴികളെ ഏറ്റുപൊളീസായേ. വന്നോളിൻ സോദരരെ, കേട്ടോളിൻ സുവിശേഷം വിട്ടോളിൻ, പാപവഴികളെ ഏറ്റുപൊളീസായേ. ആദാമ്യ പാപനിമിത്തം ഭാവികളാനവരൽ ഓഹരിക്കാരനവരെല്ലാരും. ആദാമ്യ പാപനിമിത്തം ഭാവികളാനവരൽ ഓഹരിക്കാരനവരെല്ലാരും. വന്നോളിൻ സോദരരെ, നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം വിട്ടോളിൻ, പാപവഴികളെ ഏറ്റുപൊളീസായേ. വന്നോളിൻ സോദരരെ, നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം വിട്ടോളിൻ, പാപവഴികളെ ഏറ്റുപൊളീസായേ. ഈ ദുനിയാവിലെ മനുഷ്യന്മാരെല്ലാം അല്ലാവിന്റെ നഗനഗുണാകോ അടിമകളായി ഹലാക്കിലായല്ലോ. ഈ ദുനിയാവിലെ മനുഷ്യന്മാരല്ല എല്ലാവരിനകന്നതിനാകെ അടിമകളായി ഹലാക്കിലായല്ലോ. വന്നോളിൻ സോദരരെ, നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം വിട്ടോളിൻ, പാപവഴികളെ ഏറ്റുപൊളീസായേ. വന്നോളിൻ സോദരരെ, നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം വിട്ടോളിൻ, പാപവഴികളെ ഏറ്റുപൊളീസായേ. വന്നോളിൻ സോദരരെ, നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം വിട്ടോളിൻ, പാപവഴികളെ ഏറ്റുപൊളീസായേ. ആദാമ്യ പാപനിമിത്തം ഭാവികളാനവരെല്ലാം കയ്യൊത്തിന് ഓഹരിക്കാരായി മാനവരെല്ലാരും. ആദാമ്യ പാപനിമിത്തം ഭാവികളാനവരെല്ലാം കയ്യൊത്തിന് ഓഹരിക്കാരായി മാനവരെല്ലാരും. വന്നോളിൻ സോദരരെ, കേട്ടോളിൻ സുവിശേഷം വിട്ടോളിൻ, പാപവഴികളെ ഏറ്റുപൊളീസായേ. വന്നോളിൻ സോദരരെ, നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം വിട്ടോളിൻ,
പാപവഴികളെ ഏറ്റുകൊള്ളീശായേ വന്നോളിൻ സോദരരെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം ഇട്ടോളിൻ പാപവഴി ഏറ്റുകൊള്ളീശായേ വന്നോളിൻ സോദരരെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം ഇട്ടോളിൻ പാപവഴി ഏറ്റുകൊള്ളീശായേ വന്നോളിൻ സോദരരെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം ഇട്ടോളിൻ പാപവഴി ഏറ്റുകൊള്ളീശായേ. ബഹുമാന്യരായ ഈ ജംഗ്ഷനിലെ വ്യാപാരി സുഹൃത്തുക്കളെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഏറ്റവും നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ല. ആ ജില്ലയുടെ മലയോര മേഖലയിൽ ഇവിടെയുള്ള കഴിഞ്ഞ കാലങ്ങളിൽ പരിമിതികളിൽ നിന്നുകൊണ്ട് വികസനങ്ങൾ അധികമില്ലാതെ ഇരുന്ന, യാത്രാ സംവിധാനങ്ങൾ ഇല്ലാതെ ഇരുന്ന കാലയളവിൽ മണ്ണിനോട് പൊരുതി അതിജീവനത്തിന്റെ പാതയിലൂടെ വികസനങ്ങൾ ഓരോന്നായി പിടിച്ചു കയറി ഈ നാടിന്റെ വികസനങ്ങളും അഭിവൃദ്ധിയും കണ്ട ഒരു മണ്ണാണ് ഈ മണ്ണ്. അതിന് സാക്ഷ്യം വഹിച്ച നിരവധി ആളുകൾ ഈ നാട്ടിലുണ്ട്. അത് ഞങ്ങൾ ഓർക്കും. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും സാമൂഹിക സാംസ്കാരിക മേഖലകളിലാണെങ്കിലും കാലത്തിനൊത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു. കാലത്തിനൊത്ത് മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുമ്പോഴും അതിനനുസരിച്ച് ഉയർന്നു വരേണ്ടുന്ന മനുഷ്യവർഗം അതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്ത അതിവേദന നൽകുന്നതാണ്. മലയാളികൾ എന്ന് പറയുമ്പോൾ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ. ലോകത്തിന്റെ ഏതു സ്ഥലത്ത് ചെന്നിറങ്ങിയാലും ഒരു മലയാളിയെ കാണാത്ത സ്ഥലമില്ലെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ അർത്ഥം മലയാളികൾ വിദ്യാഭ്യാസ മേഖലകളിൽ ഉയർന്നു, അവരുടെ കഴിവുകളിൽ അവർ ഉയർന്നു. ഏറ്റവും നല്ല നിലവാരത്തിലേക്ക് നമ്മുടെ മലയാളികൾ ഉയർന്നു വന്നു. മനുഷ്യൻ ഉയരുവാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ ഈ നാട്ടിലുണ്ട്. ആ നിലകളിൽ മനുഷ്യൻ ഇവിടെ വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഉയർച്ചകൾ പ്രാപിച്ച് കയറുന്നുണ്ടെങ്കിലും മനുഷ്യൻ വളരെയധികം നൊമ്പരപ്പെടുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിമത്തത്തിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അടിമത്തമാണ് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയുടെ ഉപയോഗം. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. 23 വയസ്സുള്ള അന്യ സംസ്ഥാനത്തുള്ള ഒരു 21 വയസ്സുകാരൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന മറ്റൊരു വ്യക്തിയുടെ ലാപ്ടോപ്പ് മോഷ്ടിച്ച് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് പെരുമ്പാവൂരിൽ കൊണ്ട് 5000 രൂപയ്ക്ക് ലാപ്ടോപ്പ് വിറ്റു. വാങ്ങിയ കടയുടമ ആ ലാപ്ടോപ്പ് ഓൺ ചെയ്തപ്പോൾ സിഗ്നൽ ലഭിച്ചു. CCTV ക്യാമറയുടെ സഹായത്തോടുകൂടെ ആ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു: എനിക്ക് സമയാസമയങ്ങളിൽ ലഹരി പദാർത്ഥങ്ങൾ വേണം, എനിക്ക് ലഹരി ആവശ്യമായിട്ടുള്ളതിനാൽ അതിനുവേണ്ടിയാണ് ഈ ലാപ്ടോപ്പ് ഞാൻ മോഷ്ടിച്ചത്, ഞാനത് മറ്റൊരു സ്ഥലത്ത് വിറ്റത്. ശ്രദ്ധിക്കണം, വയസ്സ് എത്രയുണ്ട്? മലയാള മനോരമ ന്യൂസ് ചാനലിൽ വന്ന റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സംഭവമാണ്. ഏതൊക്കെയോ ഉന്നതങ്ങളിൽ എത്തേണ്ടുന്ന ആ ചെറുപ്പക്കാരൻ
ഇന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആ പ്രായത്തിൽ ജയിലടയ്ക്കപ്പെടേണ്ടവരല്ല. സ്വന്തം ശരീരം കൊണ്ട് അധ്വാനിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ നേടിയെടുക്കേണ്ടുന്നവരാണ് ഇന്ന് ജയിലിൽ കഴിയുന്നത്. ഈ ആഴ്ച കണ്ട മറ്റൊരു പത്രവാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, 20 വയസ്സ്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിമിത്തം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി 70 വയസ്സുള്ള മുത്തശ്ശിയെ 100 രൂപയ്ക്ക് വേണ്ടി റോഡിൽ തള്ളിയിട്ടു. ആ 70 വയസ്സുള്ള മുത്തശ്ശി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്തിനു വേണ്ടിയായിരുന്നു? 100 രൂപയ്ക്ക് വേണ്ടി. എന്തിനായിരുന്നു ഈ 100 രൂപ അവൻ ആവശ്യം? മദ്യവും മയക്കുമരുന്നും വാങ്ങുവാൻ വേണ്ടിയായിരുന്നു ആ മാതാവിനെ പെള്ളി ഇട്ട് കൊല്ലുവാനിടയായത്. ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഓരോ ദിവസവും ഭയാനകമായ റിപ്പോർട്ടുകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ പ്രായത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഈ ജംഗ്ഷനിൽ ലജ്ജ കൂടാതെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ ഗാനങ്ങൾ ഇവിടെ പാടുകയും കൈകൾ അടിക്കുന്നതും ഈ പ്ലക്കാർഡുകൾ പിടിച്ച് ഉയർത്തി നിൽക്കുന്നതിന്റെ പിന്നിലത്തെ കാരണം അവരുടെ ജീവിതത്തിൽ ഒരു ലഹരിയുണ്ട്. ആ ലഹരി മദ്യമോ മയക്കുമരുന്നോ അല്ല, അവരുടെ ജീവിതം അവരുടെ ലഹരിയാക്കി മാറ്റി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ചെറിയ ക്ലാസുകളിൽ +1 +2 മറ്റ് ഹയർ സ്റ്റഡി ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അവർ വിദ്യാഭ്യാസത്തെ ഒരു ലഹരിയാക്കിയിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം പഠിച്ച് മുന്നേറണമെന്നുള്ളതാണ്. പഠിച്ചു മുന്നേറുന്ന പ്രായത്തിൽ പുകയിലയുടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ലഹരി ഇന്ന് കുട്ടികളിൽ അകത്ത് കയറി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ തലമുറ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ ബൈബിളിലെ സന്ദേശങ്ങളാണ് ഇവരെ രൂപാന്തരപ്പെടുത്തിയത്. മഹാത്മാവിന്റെ രാജ്യം അവകാശമാക്കിയില്ല. ഈ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ ഞങ്ങൾ ഒന്നടങ്കം വിളിച്ചു പറയുകയാണ്, ആ ബൈബിൾ സത്യത്തെ ഉറച്ചുകൊണ്ട് മദ്യം ഉപയോഗിക്കുന്ന സഹോദര, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ അവകാശമാകുവാൻ കഴിയുകയില്ല. മദ്യം ഉപേക്ഷിച്ചേ മതിയാകുകയുള്ളൂ. മദ്യത്തിന് അടിമയായാൽ എന്താ പ്രശ്നം എന്നൊരു പക്ഷെ നിങ്ങൾ ചോദിക്കും. ശരീരത്തെ അല്പം ഊർജം കിട്ടാനല്ലേ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവും. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്. ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്: ചാരായം കുടിക്കരുതേ, ധനം നശിച്ചിടും, മാനക്കേട് ഭാവിച്ചിടും, അതുകൊണ്ട് ചാരായം കുടിക്കരുതേ. ഒരു പ്രാവശ്യം കൂടി നമ്മളത് പാടാം. ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്: ചാരായം കുടിക്കരുതേ, ധനം നശിച്ചിടും, മാനക്കേട് ഭാവിച്ചിടും, അതുകൊണ്ട് ചാരായം കുടിക്കരുതേ. എന്താ കാര്യം? ഒന്നാമത്തെ കാര്യം എന്താ? ധനം നശിക്കുമെന്ന്. സുഹൃത്തെ, രാവിലെ ജോലിക്കിറങ്ങി വൈകിട്ട് വരെ ഈ വെയിലത്തും മഴയത്തും അധ്വാനിച്ച് ലഭിക്കുന്ന പണം, ആ പണത്തിൽ നിന്ന് അന്നത്തെ ആഹാരം കഴിച്ച് വണ്ടിക്കൂലി മുടക്കി അതെല്ലാം കഴിഞ്ഞ ശേഷം ഒന്നാം തരം വിപരീത കാണുമ്പോൾ കയറി കാശ് കൊടുത്ത് തിരിച്ച് വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് വഴിയിൽ ഏമാൻ കൈ കാണിക്കും. കൈ കാണിച്ച ശേഷം മുമ്പിലോട്ട് വരാൻ പറയും, ഊതട എന്ന് പറയുമ്പോൾ ഊതമ്പം സൗണ്ട് കേട്ട് പോയെങ്കിൽ അകത്തടിച്ച വെള്ളത്തിന്റെ ഊർജം അവിടെ നിൽക്കും. അവിടെ പണം അടയ്ക്കണം. ആ പണം അടയ്ക്കുന്നതോടുകൂടി ധനം നശിച്ചു. അന്നത്തെ ജോലിയുടെ വരുമാനം തീർന്നു. ഫലം എന്താ? വീട്ടിൽ പട്ടിണിയാണ്. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ട വിധത്തിൽ കഴിയാനുള്ള പണമില്ല. രണ്ടാമതെന്താ പറയുന്നേ? ധനം നശിച്ചിടും, മാനക്കേട് ഭവിക്കുമെന്ന്. എന്താ അർത്ഥം മാനക്കേട് ഭവിക്കുമെന്ന് പറഞ്ഞാൽ? മദ്യം കുടിച്ച് കിടക്കുന്ന ഒരു വ്യക്തിക്ക് പലപ്പോഴും റോഡിൽ അർത്ഥനഗ്നരായിട്ടല്ല കിടക്കുന്നത്. അർത്ഥനഗ്നരായി കിടക്കുന്ന പിതാവിനെ കണ്ടാൽ സ്വന്തം മക്കൾ പോലും അപ്പനാണെന്ന് പറയാതെ ആ സ്ഥലത്ത് നിന്ന് ഓടി മറയാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇതിനെ ഉപേക്ഷിച്ചാൽ അത് ഈ സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കാമെന്ന് ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, മദ്യം അല്പനേരത്തെ സന്തോഷം നിങ്ങൾക്ക് വരുമെങ്കിലും മദ്യം നിങ്ങളെ തീർത്തും നശിപ്പിക്കും. ആ മദ്യത്തിന്റെ ഉപയോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരാൻ പറ്റിയൊരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം. ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളോടൊപ്പം ഇവിടെ നിൽക്കുന്ന പലരും അവിടെ ഒരു പഴയ കാലമുണ്ട്. ആ പഴയ കാലം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കഴിഞ്ഞവരായിരുന്നു. മദ്യം ഉപേക്ഷിച്ച ശേഷം അവർക്ക്
തൊട്ടടുത്ത ദിവസം വീണ്ടും മദ്യം ഉപയോഗിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളിൽ വിശുദ്ധ ബൈബിളിലെ വാക്യങ്ങൾ അവർ എടുത്തു വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഇന്നവർ മദ്യം ഉപേക്ഷിച്ച് സമൂഹത്തിൽ തല ഉയർത്തി മാനത്തോടെ അവർ നടക്കുകയാണ്. അതുകൊണ്ട് അഭിമാനത്തോടെ തല ഉയർത്തി കുടുംബത്തിന് മാന്യതകൾ നൽകിക്കൊണ്ട് ജീവിക്കാൻ, കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പൊരുതാൻ, അതിനുവേണ്ടി പോരാടാൻ ഉള്ള ഏക മാർഗം മദ്യം ഉപയോഗിക്കരുത്, പുകവലി ഉപയോഗിക്കരുത്, അതിന് ഉപേക്ഷിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് ആവശ്യമാണ്. ഈ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ഇതൊക്കെ എന്തിനാ പറയുന്നതിന്റെ പിന്നിലത്തെ കാര്യം, ഞങ്ങൾക്കൊരു രക്ഷകനുണ്ട്. ഈ ലോകത്തിൽ ഇവിടെ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഒത്തിരി മഹാന്മാർ മരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ മഹത്വചനങ്ങൾ ഇന്നും ശക്തിയോടെ പ്രചരിക്കപ്പെടുന്നുണ്ട്, സത്യമാണ്. പക്ഷേ പറഞ്ഞ മഹാന്മാർ പലരും കല്ലറയ്ക്കകത്തൊതുങ്ങിയിരിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഏക രക്ഷകനായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് അഭിമാനത്തോടെ ജംഗ്ഷനിൽ നിന്ന് പറയുന്നു, ഞങ്ങളുടെ നേതാവ്, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു മരിച്ചെങ്കിലും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്. ഇവിടെ ഈസ്റ്ററും ക്രിസ്മസും വരുന്നു. ഈസ്റ്ററും ക്രിസ്മസും വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് ആളുകൾ കുടിച്ചു തീർക്കുന്നത്. എന്നാൽ ഞങ്ങൾക്കൊരു ക്രിസ്മസ് ഉണ്ട്. അതെന്താണെന്നറിയാമോ? ഞങ്ങൾ പാപികളാണെന്ന് ബോധ്യമായപ്പോൾ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ ക്രിസ്മസ് ആണ്. ആ ക്രിസ്മസ് ആഹാരം വിളമ്പുന്നതോ മദ്യം വിളമ്പുന്നതോ അല്ല, മറിച്ച് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സമാധാനവും സന്തോഷവും ഉണ്ട്. അതാണ് ഞങ്ങളുടെ ക്രിസ്മസ്. പ്രിയരെ, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കാം. ആ ജീവിതം നയിക്കാൻ ഏറ്റവും നല്ല മാർഗം യേശു ക്രിസ്തുവിന്റെ മാർഗമാണെന്ന് ഞാൻ പറഞ്ഞു. അധിക ദീർഘിപ്പിക്കാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് മനുഷ്യൻ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളാകുന്നു? മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളാകുന്ന പ്രിയപ്പെട്ടവർ മറ്റുള്ളവരെ കൊല ചെയ്യുന്നു. അതിന്റെ സംഭവം രണ്ടെണ്ണം ഞാനിവിടെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, പാപമാണ് ഇതിന്റെ പിന്നിലത്തെ കാരണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാപം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ? പാപം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ശരിയായ മാർഗമല്ലാതെ തെറ്റായ മാർഗത്തോടെ കാര്യങ്ങൾ നീക്കുന്നെങ്കിൽ അത് പാപമാണ്. ഇവിടെ നല്ലൊരു കടയുണ്ട്. ആ കടയിൽ ഏത്തക്കൊല ഉണ്ട്. ചെറിയ പഴങ്ങൾ ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് അതിൽ ഒരു ഏത്തപ്പഴം അടത്തിയെടുത്ത് എന്റെ പോക്കറ്റിൽ ആ കടയുടെ ഉടമ അറിയാതെ ഇട്ടാൽ എന്നെ നിങ്ങൾ പാസ്റ്റർ എന്ന് വിളിക്കില്ല. നിങ്ങൾ എന്നെ മോഷ്ടാവെന്നേ വിളിക്കൂ, കള്ള എന്നേ വിളിക്കൂ. അപ്പൊ ആ പ്രവൃത്തി എവിടുന്ന് വന്നു? പാപമാണ്. പാപത്തിന്റെ പ്രവൃത്തിയാണ് ഒരു മോഷണത്തിലേക്ക് നീക്കുന്നത്. അങ്ങനെയാണ് തെറ്റായ സകല മാർഗവും പാപമാണ്. എന്നാൽ ഈ പാപം മോചിക്കാനുള്ള എന്തെങ്കിലും മരുന്നുകൾ ഇന്ന് കിട്ടുമോ? ഉലകത്തിൽ ഇന്ന് വരെ പാപം മോചിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മെഡിക്കൽ സ്റ്റോറുകൾ ധാരാളമുണ്ട്. ധാരാളം രോഗത്തിന് മരുന്നുകൾ അവിടെ ലഭിക്കും. പക്ഷെ പാപമോചനത്തിനുള്ള മരുന്ന് അവിടെ ഇല്ല. ധാരാളം ഹോസ്പിറ്റലുകൾ ഇന്നുണ്ട്. അവിടെ എങ്ങും പാപമോചനത്തിനുള്ള ഒരു മരുന്ന് ലഭ്യമാകുകയില്ല. എന്നാൽ പാപമോചനത്തിനുള്ള ഏക മാർഗം യേശു ക്രിസ്തു. പ്രവാചകൻ ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. പാപത്തിന്റെ കരകടി കളയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആ മാർഗം യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്. ഇവിടെ ഞങ്ങളുടെ പ്രിയ കർത്തദാസോട് പാട്ടുപാടി, വന്നോളിൻ സോദരരെ കേട്ടോളിൻ സുവിശേഷം. എത്ര മനോഹരമായ ഒരു പാട്ടാണ്. അതിന്റെ ആദ്യ വരികൾ ഞങ്ങൾ ഒന്നുകൂടെ പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊന്ന് ചേർന്നത് പാടാനായിട്ട് ആഗ്രഹിക്കുക. ഓ വന്നോളിൻ സോദരരെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം വിട്ടോളിൻ പാപവഴികളെ ഏറ്റുകൊള്ളേശുവിനെ. വന്നോളിൻ സോദരരെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം വിട്ടോളിൻ പാപവഴികളെ ഏറ്റുകൊള്ളേശുവിനെ. കണ്ടോ? എവിടെ വരണമെന്ന? സുവിശേഷം കേൾക്കാൻ വരണമെന്ന്. വന്നാൽ എന്താ പ്രയോജനം? സുവിശേഷം ഉൾക്കൊണ്ട പാപ വഴികളെ വിടാമെന്ന്. മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ജീവിതത്തിന്റെ അടിമത്തമായി കഴിയുന്നവർക്ക് അത് ഉപേക്ഷിക്കാനുള്ള മാർഗമുണ്ട്. നല്ലൊരു ശോഭനമായ ഒരു ജീവിതം നയിക്കാൻ
നിങ്ങൾ സുവിശേഷത്തിന്റെ പാത തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ മാർഗം നിങ്ങളുടെ ജീവിതം തകർക്കുകയല്ല, പണിയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇൻട്രഡക്ഷൻ ചോദിച്ചാൽ പറഞ്ഞു മതമാറ്റവും പരിവർത്തനത്തെ കുറിച്ചുമുള്ള സന്ദേശമാണ് ഈ സന്ദേശമെന്ന് ഇവിടെ പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഈ നാടിനെ നാടാക്കി മാറ്റിയത് സുവിശേഷമാണ്. ഈ നാട്ടിൽ എഴുത്തെ നശിപ്പിച്ചിട്ടില്ല, ഈ നാടിനെ സുവിശേഷം ഉയർത്തിയെടുത്തിട്ടേ ഉള്ളൂ. സുവിശേഷം ഈ നാടിനെ വികസനത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാം, ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾക്ക് ലജ്ജയില്ല. ഒരു ലളിതമായൊരു ഗാനമുണ്ട്. ആ ഗാനം ഇങ്ങനെ: പണ്ടുള്ള നമ്മുടെ നാട് സുവിശേഷം എത്താത്ത കാലം. അപ്പൊ പണ്ടൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലം ഏതാ? സുവിശേഷം എത്താത്ത കാലം. അന്ന് ഇവിടെ എന്തായിരുന്നു ഇവിടെ നടന്നിരുന്നത്? നിങ്ങൾക്കറിയാം, നന്നായി പഠിക്കുന്നവർക്കറിയാം. ഇവിടെ സതി നിർത്തലാക്കുവാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മിഷണറിമാരാണ്. ആ മിഷണറിമാരെ അതിനെ സംസാരിക്കുവാൻ അവരെ പ്രാപ്തരാക്കിയത് ബൈബിളാണ്. കോട്ടയത്തെ സീമസ് കോളേജും പ്രസ്സും ഒക്കെ മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. അതിന്റെ കാരണം സുവിശേഷത്തിനായി മിഷണറിമാർ ഇവിടെ വന്നതാണ് ഇതിന്റെ പിന്നിലത്തെ കാരണം. ഇന്നിവിടെ കാണുന്ന പല ഉയർച്ചയുടെ പിന്നിൽ സുവിശേഷമാണ്. വൈദ്യശാസ്ത്രം ഇത്രയും പുരോഗമിച്ചതിന്റെ പിന്നിൽ സുവിശേഷമാണ്. ഒരു കാലത്ത് ഇവിടെ ജാതിയും മതവും നോക്കിയായിരുന്നു ട്രീറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അവശ്യഗണത്തിൽപ്പെട്ട ആരെങ്കിലും ഡോക്ടറെ കാണാൻ വന്നാൽ മീറ്ററുകൾക്കപ്പുറം നിൽക്കും. ആ വ്യക്തിയെ ഒന്ന് പരിശോധിക്കില്ല, പൾസ് നോക്കില്ല. ദൂരെ നിന്നുകൊണ്ട് രോഗവിവരം പറയുമ്പോൾ മരുന്ന് എഴുതി കൊടുക്കുന്ന രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കേരളത്തിൽ. എന്നാൽ അന്ന് നിന്നിരുന്ന ജാതി വ്യവസ്ഥകളെ തച്ചുടച്ചുകൊണ്ട് എല്ലാവരെയും ഉയർത്തിയതിന്റെ പിന്നിൽ ബൈബിളാണ്. ബൈബിൾ പ്രവചനം വ്യക്തമായി വിളിച്ചു പറഞ്ഞു, ഞാൻ താണവനെ ഉയർത്തും. ആ പറഞ്ഞ പ്രവചനം ഇന്ന് നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ ഇന്ന് നിവർത്തിയാകുന്നത് കൊണ്ട് ഈ വെള്ളവസ്ത്രം ധരിച്ച് ഈ തെരുവിൽ നിന്ന് ശബ്ദമുയർത്തി പ്രസംഗിക്കാൻ എനിക്കൊരു അഭിമാന കുറവുമില്ല, അഭിമാനം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമോ, ഇന്ന് നാട് വികസിക്കുകയല്ലേ. ഈ നാട് വികസിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കുടുംബത്തിൽ രണ്ടുപേർക്കും ജോലിയുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ശമ്പളമുള്ളത് ആർക്കാ? സ്ത്രീകൾക്കാ. എന്നാൽ സ്ത്രീകളുടെ ഉയർച്ചയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ചു. ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജംഗ്ഷനിൽ ഈ വൈകിയ സമയം അഭിമാനത്തോടെ ഞങ്ങൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പേരെന്തുവാകാം, നിങ്ങളുടെ മതം എന്തുവാകാം, നിങ്ങളുടെ സാഹചര്യം എന്തുവാകാം, പക്ഷെ നിങ്ങളെ രക്ഷിക്കുക, നിങ്ങൾക്ക് സമാധാനം നൽകുക, നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം തരാൻ കഴിയുന്ന സുവിശേഷത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുക. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിക്കുന്നത് മരിച്ച കല്ലറയിൽ കിടക്കുന്ന ഒരാളെ കുറിച്ചല്ല, കല്ലറകളെ തകർത്ത് പുറത്തു വന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. മഹാത്മാഗാന്ധി യേശുക്രിസ്തുവിനെ സ്നേഹിച്ച ഒരാളായിരുന്നു. മഹാത്മാഗാന്ധി യേശുക്രിസ്തുവിന്റെ വാക്കുകളിലും വചനങ്ങളിലും ആകൃഷ്ടനായിരുന്നു. യേശുക്രിസ്തു മരിച്ചത് വെള്ളിയാഴ്ചയാണ്. മഹാത്മാഗാന്ധി മരിച്ചതും വെള്ളിയാഴ്ചയായിരുന്നു. മഹാത്മാഗാന്ധി വെള്ളിയാഴ്ച മരിച്ചു. അദ്ദേഹത്തെ അടക്കം ചെയ്തു. ഞായറാഴ്ച രാവിലെ അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് ചെന്നൊരു ധീരവനിത ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, യേശുക്രിസ്തു മരിച്ചതൊരു വെള്ളിയാഴ്ചയായിരുന്നു, അങ്ങ് മരിച്ചതും വെള്ളിയാഴ്ചയാണല്ലോ. യേശുക്രിസ്തു ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ സമൂഹത്തിന് നന്മ ചെയ്ത അങ്ങ് ഈ ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റ് വന്നാലും. ആ മഹത് വനിത അവിടെ നിന്ന് അഭിമാനത്തോടെ പറഞ്ഞെങ്കിലും മഹാത്മാഗാന്ധി പുറത്തു വന്നില്ല. പക്ഷെ ആരുടെയും വിളി കേൾക്കാതെ മൂന്നാമത്തെ ദിവസം കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ശ്രീ യേശുക്രിസ്തു പുറത്തു വന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ കൈ ഉയർത്തുന്നത് യേശുക്രിസ്തു ജീവിക്കുന്നത് കൊണ്ടാണ്. ഈ ഭൂമിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു തരാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ ഉലകത്തിലൊറ്റ മാർഗമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ മാർഗമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിയുടെ മേലെ ഏക മാർഗമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ മാർഗമാണ്. ആ യേശുക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പേര് മാറ്റേണ്ട, മതം മാറ്റേണ്ട, നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നും മാറണ്ട. നിൽക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഒരു വാക്കെന്ന് പറയുമോ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം ആവശ്യമാണ്, ആ സമാധാനം തരാൻ കഴിയുന്ന യേശുവിനെ ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവം തരും.
ആ വലിയ സന്തോഷത്തിന് ഉടമകളാകുവാൻ ഞങ്ങൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു പാട്ട് കൂടെ ചേർന്ന് പാടി ഞങ്ങളൊന്ന് ഈ ജംഗ്ഷനിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഈ ലോകത്തിൽ കാലിനി വേഗം വരും, രാജരാജനായി വാണിടുക. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. യേശു ജീവിക്കുന്നതായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. ഇനി തന്നെ തിരുത്തൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. 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 സ്വർഗീയ പിതാവേ, ഈ വൈകിയ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ജംഗ്ഷനിൽ എത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ഇവിടെയുള്ള വ്യാപാരി സുഹൃത്തുക്കളെ അനുഗ്രഹിക്കണമേ. ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. കാൽവരി തന്നുടെ ഗിരിമുകളിൽ ക്രിസ്തു ചിന്തിയ രക്തത്താൽ വീണ്ടെടുത്തൊരു സുവിശേഷം ആ തലമുറ കൈമാറി അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. ബൈബിൾ ഞങ്ങളുടെ ആയുധമാണ്. സ്നേഹത്തിൻ ദൂത് അതിലുണ്ട്. ദൈവസ്നേഹം വന്നാല് മനുഷ്യരെല്ലാം നന്നാകും. ഒന്നേ ഉള്ളൂ രക്ഷാമാർഗം, ഒന്നേ ഉള്ളൂ. കാൽവരിനാഥൻ ക്രിസ്തു അത്രേ. യേശു ക്രിസ്തു പാപികളെ, യേശു ക്രിസ്തു രോഗികളെ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശു ക്രിസ്തു രാജാതിരാജാവായി ദൈവത്തെ എതിരേൽപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവരോടും ഫിലദൽഫിയ സഭയുടെ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സഭയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. കർത്താവ്